ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ മഹാനായ പൗലോസ് ഭാഗം 199. യഹൂദയുടെ തലസ്ഥാനവും റോമൻ ഗവർണറുടെയും ഹെരോദ രാജാക്കന്മാരുടെയും ആസ്ഥാനവുമായിരുന്ന കൈസരിയ. ഈജിപ്തിൽ നിന്നും സോറിലേക്കുള്ള സുപ്രധാന രാജപാതയിൽ യോപ്പയ്ക്കും ഡോറയ്ക്കും മധ്യേ മെഡിറ്ററേനിയൻ തീരത്ത് സ്റ്റോട്ടോയുടെ ഗോപുരം എന്ന ദുർഗം നിന്ന സ്ഥലത്ത് മഹാനായ ഹെരോദാവ് അഗസ്തീസറിൻ്റെ ബഹുമാനാർത്ഥം BC 25-നും 13-നും മധ്യേ പണിതതാണ് ഈ തുറമുഖ നഗരം. ഫിലിപ്പിൻ്റെ കൈസരിയ, ഇങ്ങനെയാണ് ഇതറിയപ്പെടുന്നത്. മേശയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ ഒരാളായ ഫിലിപ്പോസ് അപ്പോസ്തലരുടെ 6-ാം അധ്യായത്തിൽ കാണും പ്രകാരം സ്തഫാനോസിൻ്റെ മരണത്തെ തുടർന്നുണ്ടായ പീഡയുടെ കാലത്ത് ശമരിയിൽ സുവിശേഷം അറിയിക്കുകയും അതിനുശേഷം ദൈവനിയോഗത്താൽ യെരുശലേം ഗസ റോഡിലേക്ക് പോവുകയും ചെയ്തു. അവിടെ എത്യോപ്യക്കാരൻ ഷണ്ഡനെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്ത ശേഷം അസ്തോദിൽ കൂടെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് കൈസരിയിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷങ്ങളായി ഫിലിപ്പോസ് അവിടം കേന്ദ്രമാക്കി സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു. ഫിലിപ്പോസിനു കൂടെ ഈ സംഘം ഒരാഴ്ചയിൽ കുറയാതെ താമസിച്ചു. മാത്രമല്ല, ഈ ഫിലിപ്പോസിൽ നിന്നും നിരവധി കാര്യങ്ങൾ ലൂക്കോസിന് അറിയുവാൻ ഇടയായി. ആഫ്രിക്കയിലേക്ക് സുവിശേഷം വ്യാപിച്ച വിധം എങ്ങനെയാണെന്നുള്ളതും എത്യോപ്യയിലേക്ക് അന്തകരാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായ ഷണ്ഡൻ്റെ മാനസാന്തരവും സ്നാനവും ഇങ്ങനെ സ്പഷ്ടമായി വിവരിക്കുവാൻ ലൂക്കോസിന് കഴിഞ്ഞത് ഈ കൂടിക്കാഴ്ചയുടെ ഫലമായിട്ടാണ്. ഈ സുവിശേഷകന് പ്രവചിക്കുന്ന 4 കന്യകമാരായ പുത്രിമാരുണ്ടായിരുന്നു. അപ്പോസ്തലനായ ഫിലിപ്പോസിൽ നിന്ന് വേർതിരിച്ച് അറിയുവാനായി ഇദ്ദേഹത്തെ സുവിശേഷകനായ ഫിലിപ്പോസ് എന്ന് സംബോധന ചെയ്യുന്നു. ഇദ്ദേഹത്തിനുണ്ടായ 4 കന്യകമാരിൽ നിന്ന് പൗലോസിന് വരാൻ പോകുന്ന വിപത്തുകളെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞതായി ഇവിടെ കാണുന്നില്ല. എന്നാൽ മറ്റൊരു ഭാഗത്തു നിന്ന് വ്യക്തമായ മുന്നറിയിപ്പുണ്ടായി. പൗലോസിൻ്റെ ആഗമനം യെരുശലേമിൽ ചില വിശ്വാസികളെങ്കിലും അറിഞ്ഞു എന്നുള്ളതാണ്. അതിൽ അഗബോസ് എന്ന പ്രവാചകൻ കൈസരിയിലേക്ക് വന്നു. മുമ്പ് അന്ത്യോക്യയിലെത്തി റോമൻ ലോകത്തിൽ എമ്പാടുമുണ്ടാകുവാൻ പോകുന്ന ക്ഷാമത്തെപ്പറ്റി പ്രവചിച്ച അതേ അഗബോസ് തന്നെയാണ് ഇതും. അദ്ദേഹം പൗലോസിൻ്റെ അരക്കച്ചയെടുത്ത് സ്വന്തം കൈകാലുകളെ കെട്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതിയുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഒരു പ്രവൃത്തിയിലൂടെയും ചില വാക്കുകളുടെയും യെരുശലേമിൽ പൗലോസിനെ കാത്തിരിക്കുന്ന ദുരൂഹത്തെ അഗബോസ് വെളിവാക്കിയപ്പോൾ യെരുശലേമിൽ പോകരുതെന്ന് തുരുതിരെ ശബ്ദമുയർന്നു. അഗബോസ് ദൈവത്തിൻ്റെ അരുളപ്പാട് വ്യക്തമാക്കിയത് ഇസ്രയേലിലെ ചില പ്രവാചകന്മാർ ചെയ്തതുപോലെ ഒരു പ്രതീക നിയോഗത്തിലൂടെയായിരുന്നു. നോക്കൂ, 1 രാജാക്കന്മാർ 22:11, യെശയ്യാവ് 20:2, ഇരമ്യാവ് 13:1. കൈസരിയിലെ സഹോദരന്മാരും ഏക സ്വരത്തിൽ അവനോട് ഇങ്ങനെ അപേക്ഷിച്ചു. എന്നാൽ പൗലോസ് വഴങ്ങിയില്ല. ആ സ്നേഹിതർ ലൂക്കോസ് ഉൾപ്പെടെ കരയുന്നുണ്ടായിരുന്നു. പൗലോസ് ഇതിനെ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിൻ്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇനി എന്തു പറയുവാൻ? കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് അവർ പറഞ്ഞ് അവരുടെ സംഭാഷണത്തിന് വിരാമമിട്ടു. ഇങ്ങനെ ഫിലിപ്പി മുതൽ കൈസരി വരെയുള്ള പൗലോസിൻ്റെ യാത്രയ്ക്ക് ഏറിയാൽ 40 ദിവസങ്ങളാണ് വേണ്ടി വന്നത്. ചുരുക്കത്തിൽ എങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയാലും ഈ മിഷണറി സംഘം ഒരാഴ്ചയിലധികം കൈസരിയിലും താമസിച്ചു എന്നും പെന്തക്കോസ്ത് പെരുന്നാളിന് തക്ക സമയത്ത് തന്നെ പൗലോസ് യെരുശലേമിൽ എത്തിച്ചേർന്നു എന്നും നമുക്ക് തീർത്തും കാണാൻ കഴിയുന്നുണ്ട്. താമസിയാതെ അവർ യെരുശലേമിലേക്ക് യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു. ഏകദേശം 100 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു യെരുശലേമിലെത്തുവാൻ. വാഹനമൃഗങ്ങളെ ഏർപ്പാട് ചെയ്തു. യെരുശലേം തീർത്ഥാടകരെ കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. അവിടെ ചെന്നാൽ താമസത്തിന് എവിടെയാണ് സൗകര്യം? പൗലോസിനു കൂടെ വിജാതീയ വിശ്വാസികളുമുണ്ട്. യെരുശലേമിലെ യഹൂദ ക്രിസ്ത്യാനികൾ അവരെ വീട്ടിൽ താമസിപ്പിക്കുന്നതിൽ അത്ര താല്പര്യം കാണിക്കുകയില്ല. ഈ സാഹചര്യത്തിൽ കൈസരിയിലെ ചില ശിഷ്യന്മാരിൽ കൂടി ഈ യാത്രാസംഘത്തിൽ ചേരുകയും അവർ അല്പം മുമ്പേ പോയി കുപ്രോസുകാരനായ നാംസോൺ എന്ന ഒരു ആദ്യകാല ശിഷ്യനോട് കൂടെ താമസിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. യെരുശലേമിൻ്റെ അടുത്ത് താമസിക്കുന്ന ഈ ശിഷ്യന് ഇത്രയും വിശ്വാസികളെ താമസിപ്പിക്കുവാനും ഉപചരിക്കാനുമുള്ളൊരു മനസ്സും അതിനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഇങ്ങനെ സംഘം അവിടെ അതികളായി താമസിച്ചു. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം.